ഹൃദ്രോഗിയായ പിതാവ് മകളെ നിക്കാഹ് കഴിപ്പിച്ച് വരനെ ഏൽപ്പിച്ചത് ആശുപത്രി കിടക്കയിൽ നിന്ന്. വരനും വധുവും മഹല്ല് ഭാരവാഹികളും ഖത്തീബും ഹോസ്പിറ്റലിൽ എത്തി. പെരിന്തൽമണ്ണ BKCC ഹാർട്ട് ഹോസ്പിറ്റലിലാണ് നിക്കാഹിന് അപൂർവമായൊരു വേദിയായത്. എൻ്റെ മകൾ സഫീദ എന്നുള്ള സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരമായി താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു, ഇണയാക്കി ഭാര്യയാക്കി കൂട്ടിച്ചേർത്ത് തന്നു. നിങ്ങളുടെ മകൾ സഫീദയെ ഈ സ്വർണ്ണാഭരണങ്ങൾ മഹറിന് പകരം നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തന്നതിന് ഇണയാക്കി ഭാര്യയാക്കി കൂട്ടിച്ചേർത്ത് തന്നതിന് ഞാൻ സ്വീകരിച്ചു. എടപ്പാൾ വട്ടംകുളത്തെ പൂതൃക്കാവിൽ സിദ്ദിഖിന്റെ മകൾ സഫീദയുടെയും എടപ്പാൾ കാഞ്ഞിരത്താണി സ്വദേശി KV അബൂതാഹിറിന്റെയും നിക്കാഹ് ഈ ഓഗസ്റ്റ് 8 നടത്തണമെന്ന് ഒരു വർഷം മുമ്പ് നിശ്ചയിച്ചതാണ്. നിക്കാഹ് അടുത്തപ്പോൾ സഫീദയുടെ പിതാവ് സിദ്ദിഖ് ഹൃദ്രോഗബാധിതനായി. തുടർന്ന് പെരിന്തൽമണ്ണ BKCC ഹാർട്ട് ഹോസ്പിറ്റലിൽ ആൻജിയോഗ്രാമിന് വിധേയനാക്കി. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു സിദ്ദിഖ്. ജീവിതത്തിൽ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന മകളുടെ വിവാഹ ദിനം വന്നെത്തുകയും ചെയ്തു. BKCC ഹോസ്പിറ്റൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഹൃദ്രോഗ വിദഗ്ധനുമായ ഡോക്ടർ KP ബാലകൃഷ്ണന്റെ പരിചരണത്തിലായിരുന്നു ചികിത്സ. നിശ്ചയിച്ച ദിവസം തന്നെ നിക്കാഹ് നടത്താൻ ഡോക്ടർ KP ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ സൗകര്യമൊരുക്കുകയായിരുന്നു. വധു, വരൻ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, ഖത്തീബ്, സാക്ഷികൾ എന്നിവർ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഒരുക്കിയ ചടങ്ങിൽ പിതാവ് സിദ്ദിഖ് മകൾ സഫീദയെ അബൂതാഹിറിന്റെ വധുവായി നിക്കാഹ് ചെയ്തു കൊടുത്തു. എടപ്പാൾ വട്ടംകുളം ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ മജീദ് ഫൈസി കാർമ്മികത്വം വഹിച്ചു. പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബിന്റെ മകളുടെ നിക്കാഹ് വളരെ ഭംഗിയായി നാട്ടിൽ വെച്ച് നടക്കേണ്ട സമയമാണ്. എന്തായാലും ചെറിയൊരു വിഷമത്തോടു കൂടെ ഹോസ്പിറ്റലിൽ ട്രീറ്റായതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് നിക്കാഹ് കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിത്തന്ന ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇവിടുത്തെ MD ആയ ബാലകൃഷ്ണ സാർ ഡോക്ടർ, എല്ലാവരോടും അഗാധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്, ഉള്ള കടപ്പാടും അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സുഖപ്രാപ്തിയോടുകൂടെ പ്രിയപ്പെട്ട സിദ്ദീഖ് അവർകൾ നാട്ടിൽ കുടുംബത്തോട് ചേരുവാനും നല്ല രീതിയിൽ കൂടെ ബന്ധങ്ങൾ ഊഷ്മളമായി കൊണ്ടുപോകാനും അല്ലാഹു എല്ലാവരും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണിതെന്നും സിദ്ദീഖിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും ഡോക്ടർ KP ബാലകൃഷ്ണൻ പറഞ്ഞു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ BKCC ആതുരാലയത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദേവാലയത്തിന്റെ പരിവേഷം വന്നിരിക്കുകയാണ്. സിദ്ദീഖ് സാഹിബിന്റെ മകളുടെ നിക്കാഹ് ഇവിടെ വെച്ച് നടത്തേണ്ടി വന്നതിൽ ചെറിയൊരു സങ്കടമുണ്ടെങ്കിലും ഭംഗിയായി നടത്താൻ പറ്റിയതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. സിദ്ദീഖ് സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കിടക്കുകയാണ്. ബൈപ്പാസ് മുന്നേ കഴിഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ പറ്റാത്തത്. അപ്പോൾ എന്തായിരുന്നാലും ദൈവത്തിൻ്റെ കടാക്ഷത്തിൽ എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞതിന് നന്ദി പറയാണ്. താങ്ക് യു. വട്ടംകുളം മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് PV ഹനീഫ, സെക്രട്ടറി CP ഹനീഫ, ട്രഷറർ TP കുഞ്ഞുമോൻ, വധു സഫീദയുടെ അമ്മാവൻ M മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹോസ്പിറ്റൽ ജീവനക്കാരും ഈ നിക്കാഹ് ചടങ്ങിന് സാക്ഷികളായി. വരൻ അബൂതാഹിർ ബാംഗ്ലൂരിൽ അനസ്തീഷ്യ ടെക്നീഷ്യനാണ്. സൈക്കോളജിസ്റ്റായ വധു സഫീദ ക്യാമ്പ് NM സ്കൂളിൽ കൗൺസിലറാണ്. ഓഗസ്റ്റ് 8 സഫീദയുടെയും അബൂതാഹിറിന്റെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനമായിരിക്കും. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.